പത്തനംതിട്ട SI സ്ഥിരം പ്രശ്നക്കാരൻ. മർദ്ദനം ആളുമാറി. SIക്ക് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങിയ സംഘത്തെ തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനുവും സംഘവുമാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘത്തെ മർദ്ദിച്ചത്. ബാറിന് മുന്നിൽ പ്രശ്നങ്ങളുണ്ടാക്കിയവരെ തേടിയാണ് പോലീസ് എത്തുന്നത്. ആളുമാറിയാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചതെന്നും രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ DIG അജിത ബീഗം പത്തനംതിട്ട SPയോട് റിപ്പോർട്ട് തേടി. ഇതേ തുടർന്ന് പത്തനംതിട്ട DYSP നന്ദകുമാർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ മൊഴിയെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം. കുറ്റക്കാരാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് DYSP വ്യക്തമാക്കി. 8 പേരടങ്ങുന്ന സംഘം ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയതായി ബാർ ജീവനക്കാർ പറഞ്ഞു. പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ രക്ഷപ്പെട്ടതായും അവർ പറഞ്ഞു. അടൂരിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന മുണ്ടക്കയം സ്വദേശികൾക്കാണ് പോലീസിൽ നിന്നും മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പോലീസിന്റെ ലാത്തിചാർജിൽ മുണ്ടക്കയം സ്വദേശിനി സിത്താരയുടെ തോളലിന് പൊട്ടലുണ്ട്. ജീപ്പിൽ നിന്നും ഇറങ്ങിയ പാടെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു. ഓടട എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. മർദ്ദിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും മർദ്ദനമേറ്റവർ പറയുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ 18-കാരൻ വാരി നിലത്തടിച്ച SI ജിനുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് നരനായാട്ടം നടത്തിയത്. അതേസമയം സംഭവ സമയം പോലീസുകാർ മദ്യലഹരിയിലായിരുന്നതായും ആരോപണമുണ്ട്. പോലീസ് സംഘത്തിൽ 2 പേരൊഴികെ എല്ലാവരും മഫ്തിയിലായിരുന്നു. SC ST വിഭാഗത്തിൽപ്പെട്ടവരാണ് മർദ്ദനമേറ്റവർ. ഈ വകുപ്പുകൾ ചുമത്തി പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം.